പറഞ്ഞില്ലേ, അതുപോലെ ഒരു പൊട്ടനാ. അതുകൊണ്ടല്ല, അല്ലാതെ എന്റെ മികവുകൊണ്ടോ എന്റെ തികവുകൊണ്ടോ ഒന്നുമില്ല. അതായത് എന്നെ പരിചയപ്പെടുത്തും പുതിയ ആളുകൾ, എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളൊന്നും കഴിക്കും. ഇഷ്ടംപോലെ ആളുകൾ, പഴയ ആളുകൾ ഒന്ന് കുറഞ്ഞ നേരം ക്ഷമിക്കുന്ന ഒരുപാട്. കാരണം ഇത് പറഞ്ഞത് എന്നാ പറയുന്നത്, ഇന്നലെ ഉച്ചക്ക് തോറും സ്കരിച്ച്, ഇന്നും ഉച്ചക്ക് അത് തന്നെ സ്കരിക്കുക. അങ്ങനെ പോണ സംഭവമാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ ശൈലി ഉണ്ടാവില്ല. ഏതായാലും എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഉമർ ഉസ്താദായിരുന്നു 4 കൊല്ലം മുന്നേ. എന്നെ കൊണ്ടുവന്നത്, ഇതിലേക്ക് കൊണ്ടുവന്നത് മകളാണ്. മകളെ മെൻസസ് പീരീഡിലെ ഒരു വേദന, വളരെ പ്രയാസപ്പെടുന്ന വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വേദന, അത് മാറിയത് കാരണം സാധാരണ നമ്മളോടൊക്കെ ലീഡർ പറയുന്നതാണ്, ഇതിന്റെ പ്ലാൻ പറഞ്ഞു തരും, എന്നിട്ട് 1000 രൂപയ്ക്ക് സാധനം എടുക്കണം, അല്ലെ 2000 രൂപയ്ക്ക് സാധനം എടുക്കണം, 5000ന്റെ സാധനം എടുക്കണം എന്നല്ലേ പറയാറ്. എന്റെ ലീഡർ അങ്ങനെ ഒരു സംസാരം എന്നോട് സംസാരിച്ചില്ല. മോള് വന്നു, എന്റെ അസുഖം മാറിയെന്ന് കേട്ടല്ലോ, ഞാൻ മോളോട് ചോദിച്ചതാണ്, മോളെ ഇതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാവില്ലേ മെൻസസ് പീരീഡില് വേദന ഉള്ള ആളുകൾ, അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ അവർക്ക് മാറും. അപ്പൊ മോള് നല്ല ധൈര്യം തന്നു. ഇപ്പൊ ഒരു ബോട്ടിൽ കഴിച്ചപ്പോഴൊക്കെ എനിക്ക് മാറി. 20 കൊല്ലം പഴക്കമുള്ള അസുഖം മാറിയത് കൊണ്ട് ആർക്കും കൊടുക്കാൻ തന്നു. അടുത്ത എന്റെ ചോദ്യം, മോളെ ഈ അസുഖം മാറി ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എവിടുന്ന കിട്ടുക? അപ്പൊ അത് അയ്യബ് സാർ അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അയ്യബ് സാർ ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, ഒരു 50,000 രൂപ കിട്ടിയാൽ മോളെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് കൊണ്ടൊക്കെയായിരുന്നു. അപ്പൊ ഉടനെ പുതിയ 50,000 രൂപ കടം തന്നു. അന്നേരം പറഞ്ഞു, 1 മാസം കൊണ്ട് ഞാൻ തിരിച്ചു തരുട്ടോ, നിങ്ങളെ മോളെ, അന്ന് നിങ്ങളെ മോളെ പ്രൊഡക്റ്റ് വിറ്റിട്ട് നിങ്ങളെ പൈസ തിരിച്ചു തരും. അങ്ങനെ അതിന്റെ ശേഷം അയ്യബ് സാർ വന്നു. അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെ അയ്യബ് സാർ വന്നു, 50,000 രൂപയുടെ സാധനം പോലെ കൊണ്ടുവച്ചു. അങ്ങനെ അത് ഷോക്കേസിൽ വെച്ചു. അതിന്റെ ഷോക്കേസിൽ വെച്ച് സ്റ്റാറ്റസ് വെച്ചു. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, എന്താ പ്രസ വൈദ്യരായിരിക്കും, എന്താ കുറെ ചുവന്ന കുപ്പി കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വൈദ്യരല്ല, ഞാൻ ഇങ്ങനെ മദ്രസ ഉണ്ടായിരുന്നു, മദ്രസ പള്ളി ഉണ്ടായി, പള്ളി നേരത്തെ ഒഴിവായി, മദ്രസൊന്നും ഒഴിവാകേണ്ടി വന്നു. കാരണം ശമ്പളം ഈ സ്വരമോശ പാട്ട് എടുക്കാൻ കഴിയുന്നത്. അതുപോലെ കൊറോണ വന്നേരം 7,000 രൂപയുള്ള 3,500 ആക്കി ചുരുക്കിയാലോ. ഇനി ഇലക്കും നല്ല കിടന്നുറങ്ങല്ല, പണ്ട് തന്നെ കിടന്നുറങ്ങുന്ന ആശാനാണ്. അപ്പൊ മദ്രസ കിടന്നുറങ്ങല്ല, ആ ദിവസം നേരത്തെ കിടന്നുറങ്ങാലോ. അപ്പൊ ആ നേരത്തെ എന്ത് ചെയ്തു, മദ്രസയിലേക്ക് പോവാതെ അവിടുന്ന് എന്ത് ചെയ്ത് ഓരോ സ്ഥലം പറഞ്ഞ് തിരിഞ്ഞു. ശരിക്കും പറയാം, അങ്ങനെ പറയാം. അങ്ങനെ ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ മൈ ലൈഫിലേക്ക് വരുന്നതിന്റെ മദ്രസയിൽ നിന്ന് പിരിയുന്നതിന്റെ 1 മാസം മുന്നേ മൈ ലൈഫിൽ ഐഡി എടുത്തിട്ടുണ്ട്. മെനയാന്ന് ജൂലൈ 29-നാണ് ഞാൻ ഐഡി എടുത്തത്. മെനയാന്നത്തേക്ക് മെനയാന്നത്തേക്ക് 5 വർഷമായി. എന്റെ മോന് ഇതിലേക്ക് വന്ന് എനിക്കൊരു മോന്റെ ടീം ഒരു മെമന്റോ ഒക്കെ തന്ന് അപ്പയാണ് ഞാൻ മേലോട്ട് വെക്കുന്നത്. ഓല് ഈ ഡേറ്റ് നോക്കിച്ച് 5-ാം വർഷം പൂർത്തിയാഴ്ച ഓനും ഓന്റെ ടീമും ഒന്നായിട്ട് വീട്ടിൽ വന്ന് ഒരു കേക്കും മെമന്റോ ഒക്കെ ആയിട്ട് വന്നിട്ട് അവയാ മേലോട്ട് വെക്കുന്നത്. അതെന്താ സംഭവം? അപ്പൊ എന്നോട് പറഞ്ഞു, ഉപ്പ ഐഡി അടിച്ച ഡേറ്റ് നോക്കുന്നേരം കറക്റ്റ് ഡേറ്റിന് പോലും കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു, മദ്രസയിൽ നിന്ന് പിരിയുന്നതിന്റെ മൈ ലൈഫിലേക്ക് ഐഡി അടിച്ചത് മദ്രസയിൽ നിന്ന് പിരിയുന്നതിന്റെ 1 മാസം മുന്നാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് സത്യം മനസ്സിലായി, നമ്മൾ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങണം. ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങണമെങ്കിൽ എന്റെ ജോലി തടസ്സപ്പെടും. അപ്പൊ മദ്രസയിൽ നിന്നും എന്നെ ദൈവം ചെയ്ത് മെല്ലെ റിമൂവ് ചെയ്യിച്ചിട്ട് ഫുൾ ടൈം ആയി ഇറങ്ങി. അപ്പൊ മദ്രസയില്ല, മൈ ലൈഫിൽ ഐഡി അടിച്ചിട്ട് എങ്ങനെ ഇറങ്ങും? അങ്ങനെ ഇറങ്ങി ബേജാറാകുന്ന സമയത്ത് ഉള്ളിലൊരു കത്ത്, നിങ്ങളെ പന്നൂർ സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കണം. എല്ലാ മാസവും 1-ാം തീയതിയോ 2-ാം തീയതിയോ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ 1-ാം തീയതി വരുന്ന പൈസ കൊടുക്കും, എനിക്ക് എന്ത് കിട്ടും? ആ കത്തലാണ് കയറിയത്. വേറെ ഒരു തെങ്ങുണ്ട്, പിന്നെ 5-6 സെന്റിൽ ഒരു ചെറിയൊരു പഞ്ചായത്ത് പാസാക്കിയ ഒരു ചെറിയ വീടാണ്. അപ്പൊ ആ വീട്ടിൽ ഒരു തെങ്ങുണ്ട്. അമ്മ അപ്പോഴോ തേങ്ങ വീണാൽ ഞങ്ങൾ കറിക്കായിരിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങാടി പോയിട്ട് മോനോട് പറയും തേങ്ങ മടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ കറിക്കായിരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. മദ്രസന്നോ ഒഴിവാക്കിയത് ഇനി അങ്ങോട്ട് പോകും. ആകെ ബേജാറായി. അന്ന് തന്നെ വലിയ പ്രയാസത്തിലാണ്. മദ്രസയിലെ ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് കാണാൻ നല്ല സൗന്ദര്യവാന്മാരായിരിക്കും, നല്ല വണ്ടിയും നല്ല റൈഡോ വാച്ചൊക്കെ ഉണ്ട്. ഈ റൈഡോ വാച്ചൊക്കെ ഏതോ ആദ്യമാര് വരച്ചിട്ട് അയാൾ വസീയത്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് മദ്രസയിൽ ഉസ്താദ് കൊടുക്കണം. അല്ലാതെ അയാൾ വാങ്ങിയതായിരിക്കില്ല. പക്ഷെ അവര് മാന്യതയോട് കൂടി എന്ത് ചെയ്യും, അവര് മുന്നോട്ട് പോകും. പല സമയം ഉസ്താദ്മാരെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, നോമ്പ് തുറക്കാൻ വിളിക്കും. നോമ്പിന് ഇമാമത്തും പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ വിളിക്കും. പള്ളിയിൽ ഉസ്താദല്ലേ വന്ന് എല്ലാ കച്ചും പൊരിച്ചും ഒക്കെ ഉണ്ടാവും. ആടുന്ന എല്ലാം ഉണ്ടാവും, കോഴി പൊരിച്ചതിന്റെ എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരൊറ്റ ഒന്നിലേക്ക് കൈ കൊണ്ടുപോകാൻ നമുക്ക് കഴിയൂല. നമ്മളെ വീട്ടിലെ അവസ്ഥ ആലോചിക്കുന്നവരെ. കാരണം എന്താണ്,
വീട്ടില് പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് ഇന്നേ വരെ ഞാൻ ഈ സാധനം മാടിച്ചെടുത്തില്ലല്ലോ, ആട്ടത്തെല്ലാം മാടിച്ചെടുത്തില്ല, പിന്നെ എങ്ങനെ ഞാൻ ഇത് കഴിക്കാന്നുള്ളവർക്കും മക്കൾക്കും ഭാര്യക്കും മാടിച്ചെടുക്കാൻ നമ്മളടുത്ത് കഴിയൂല. മദ്രസന്ന് കിട്ടുന്ന ശമ്പളല്ലേ, 7000 രൂപ ശമ്പളം കൊണ്ട് എന്തൊക്കെ ആക്കാനാ? അങ്ങനെ അവിടുന്ന് പല സമയം വെച്ച കൈ ബേജാറായിട്ട് എന്ത് ചെയ്ത് സങ്കടം വരുന്ന സമയത്ത് അത് വെച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ആ വീട്ടുകാരെ സന്തോഷിപ്പിച്ചിട്ട് മാറ്റാറുണ്ട്. ഇത് 3 കൊല്ലം മുന്നേ ഉണ്ടായ അവസ്ഥ. അതുപോലെ പലതും എന്റെ നാട്ടിലുള്ള പലരും സിദ്ദീഖ് സാറ്, ഹസീനയുടെ നല്ല ശക്തന്മാരായ ലീഡേഴ്സ് എന്റെ നാട്ടിൽ കടന്നു വരികയാണ്. മറ്റു പലരും ഉണ്ട് ഇവിടെ, അവർക്കൊക്കെ ഉള്ള സത്യം അറിയാം, ഒന്നും മറച്ചേക്കാനില്ല. സിദ്ദീഖ് സാറെ വീട്ടില് ഹോം മീറ്റിംഗ് നടത്തിയ സമയത്ത് പലരും പിന്നെ അവിടുത്തെ എന്റെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആ മീറ്റിങ്ങിൽ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് അറിയാം. ഉമറിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. ഞാൻ ഗവൺമെന്റിന്റെ ഏതൊരു മില്ലിന്റെ വലിയ പിന്നെ ചെയർമാനൊക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ മില്ലിൽ ഒരാള് വന്നോലു, അയാളെ അഡ്മിറ്റ് ആയി. അങ്ങനെ വന്ന സമയത്ത് പരിചയപ്പെട്ട് നിങ്ങളെ ഇവിടെ ഞാൻ പന്നൂരാന്നുണ്ടല്ലോ ആര് ഈ ചെയർമാൻ. ആ സമയത്ത് നിങ്ങൾ ഉമർ പന്നൂരിന്റെ നാട്ടിലാണ്. അതേ നാട്. പിന്നെ ഇയാള് ഈ ചെയർമാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ ഉമർ ഉസ്താദിന്റെ നാട്ടിലാണെന്ന് കേട്ടാലോ ഇയാൾക്കുണ്ടായ സന്തോഷം അദ്ദേഹം പറയാണ്. അത് ഈ പിന്നെ എന്റെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു ലീഡർ അവിടുന്ന് എന്റെ നാട്ടിൽ നിന്ന് സിദ്ദീഖ് സാറെ മീറ്റിംഗിന്റെ അന്ന് പറഞ്ഞാലേ ഞാൻ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ മൈലൈഫിന്റെ ലീഡർ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് മൈലൈഫ് കിട്ടിയതും 4 കൊല്ലം മുന്നേ ഇതിലേക്ക് വന്നു. അങ്ങനെ പലരെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ 3 ആഴ്ച പിന്നെ 3-4 ആഴ്ച ഇവിടെ വന്നിട്ട് ഇതേ മോഡല് എന്റെ നിലമ്പൂർ GTS ഈ 9:30 മണിക്ക് നടക്കുന്നുണ്ടോ 10:30 മുതൽ 12:30 വരെ. ആടെ ഇന്ന് ഒരു 25 ഗസ്റ്റ് ഉണ്ട്, പുതിയ ആളുകളുണ്ട്. പക്ഷെ അവരോട് കാല് പിടിച്ചിട്ട് ആബി സാർ ഒരു കാലത്ത് നമ്മുടെ വരുന്നേരം അയ്യബ് സാർ ഇവിടുന്ന് എന്ത് ചെയ്യും, ടീമിനെ ക്ലാസ് എടുക്കും. ഷാൻ സാർ ഇവിടുന്ന് നടത്തും, റബി സാർ അവിടുന്ന് നടത്തും, സിദ്ദീഖ് സാർ അവിടുന്ന്. എന്റെ പവർ ഭാഗത്തല്ല, പക്ഷെ എന്റെ വീക്ക് ഭാഗത്ത് ആരെയും കിട്ടില്ല ഇവിടുന്ന്. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ ഇവിടുന്ന് മെല്ലെ ഒന്ന് മറ്റു ഭാഗത്തൊക്കെ ചേക്കരി അവിടെ ടീം ഉണ്ടാക്കി. ഇപ്പൊ ശക്തമായിട്ട് വ്യാഴ്ച ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ ടീം വളർന്നു. ആ സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം ആബി സാർ പറഞ്ഞ് ഉമർ സാർ 3 ആഴ്ച 4 ആഴ്ച നിങ്ങൾ ഞങ്ങളെ വിട്ടേച്ച് പോയിട്ട് ഞങ്ങളെ മറന്നോ, നിങ്ങൾ ഇങ്ങോട്ട് വരൂലേ? അപ്പൊ ഞാൻ കുറെ നിബന്ധന വെച്ച് വരാം, നിങ്ങൾ പുതിയ ഗസ്റ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ വരാം. ഏത് ഒന്നിനും പറ്റാതെ കിടന്നുറങ്ങുന്ന ഉമർ ഉസ്താദിന്റെ 4 കൊല്ലത്തിന് ശേഷം 5 കൊല്ലമായപ്പോഴുള്ള സംഭാവന. ഇതിന് വിദ്യാഭ്യാസം കാര്യമൊന്നും വേണ്ട. അവിടുന്ന് ആഫീസറോട് പറഞ്ഞ് ഞാൻ വരാം, നിങ്ങൾ ടീം വരും. ഇന്ന് അഥവാ 5-10 ആൾക്കാർ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാലത്ത് ഇന്നല്ലെങ്കിൽ നാളെ വരും. അതിന് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ പല സ്ഥലത്തും പറഞ്ഞാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം പിന്നെ DTC അപ്പോ ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ട് അവിടെ മലപ്പുറത്ത്. അപ്പോ മോൻ ഡ്രൈവ് ചെയ്യാണ്, ചെറിയ മോനില്ല, ഞാൻ ബാക്കുണ്ട്. അപ്പൊ മോനോട് ഞാൻ പറഞ്ഞു മോനെ 25 ആളുണ്ടാവും, അപ്പൊ അവർക്ക് ചോറ് വേണം. അപ്പൊ അവിടെ ഹോട്ടലിൽ വിളിച്ചേരം പിന്നെ 75 രൂപയാണ് ഒരു ഫുഡിന്, പിന്നെ ഒരു ചോറിന്. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന മോനോട് പറഞ്ഞു ഒരാൾക്ക് പിന്നെ 75 രൂപ, അപ്പൊ 25 ആളുണ്ടാവും, അപ്പൊ എത്ര പൈസ വേണ്ടി വരും? അപ്പൊ പറഞ്ഞു ഉപ്പ നിങ്ങൾ കാൽക്കുലേറ്റ് ഇല്ല അതെടുത്ത് കുട്ടിയെന്നാണ്. അപ്പൊ 25 ഇൻറ്റു എന്ന് പറഞ്ഞു. ഇൻറ്റുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഇൻറ്റു ഏതാണ്? ഞാൻ ബാക്കിലാണ്. അപ്പൊ പറഞ്ഞു ഗുണിക്കലെന്നാണ് ഉപ്പ. അതിന് ഗുണിക്കലെനിക്കറിയാം, വെറുതെ പറയല്ല, ഗുണിക്കലെനിക്കറിയില്ല. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു മോനെ ആ ഗുണിക്കൽ ഏതോ അവിടെ ഒന്ന് പറഞ്ഞില്ല. അപ്പൊ മോനോട് പറഞ്ഞു അസർക്കത്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആരമായിട്ട്. അപ്പൊ ഞാൻ അവനോട് ഒരു വർത്താനുണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായതാ. ഇനി 5 ഭാഷ ഒന്ന് കൈകാര്യം ചെയ്യാൻ അറിയും, നല്ല ചെറുപ്പക്കാരനാണ്. ഇനി എത്രയോ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ്. എനിക്ക് വരുമാനത്തിൽ ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞ അത് ശരി, എന്നാ പിന്നെ ഗുണനവും ഇഞ്ചും ഒതുക്കി അറിഞ്ഞൂടെങ്കിലും മാസം എനിക്ക് ലക്ഷങ്ങൾ വരുമാനം വരുന്നുണ്ട്. നോക്കിയിട്ട് നേരത്തെ ചെയ്തോ ഇനി എന്ത് ചെയ്യാ ഉപ്പന്റെ വരുമാനം ആക്കാൻ നോക്കി. ഇപ്പോഴതൊക്കെ കത്തിയിട്ട് രാവും പകലും ഇല്ലാതെ ഓടി നടക്കാണ്. ഇപ്പൊ ചെക്കന്മാർ തന്നെയാണ് എല്ലാ ഒരു 100-150 ചെക്കന്മാരെ കൂട്ടിയിട്ട് അവര് പിന്നെ സർവസന്നദ്ധരായിട്ട്, അതായത് ഇനി പോനക്ക് കിട്ടൂല, പോനക്ക് കിട്ടില്ല. എന്റെ ഒരു ആവശ്യത്തിന് വിളിക്കുന്നേരം ഉപ്പ അന്നുള്ള ഇന്ന് ഇവിടേക്ക് പോകേണ്ടിയിരുന്നു ഇവിടെ നിലമ്പൂർക്ക്. പക്ഷെ അവിടേക്ക് പോകാൻ എന്നോട് പറഞ്ഞു ഉപ്പ എന്റെ മറ്റേ ഭാഗത്ത് അവിടെ വർക്ക് നടക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു തിരൂർക്ക് വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്തു ഇനി അങ്ങോട്ട് പോയിക്കോ, തിരൂർക്ക് പോയിക്കോ എന്ന് തന്നെ നിലമ്പൂർക്ക് ഒന്നും പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് 3 കൊല്ലം മുന്നേ 4 കൊല്ലം മുന്നേ എന്റെ മോനോട് ഈ വിഷയം പറഞ്ഞാലോ മോൻ എന്ത് ചെയ്തു? ഉപ്പ ഏതോ ഉടായ്പ പെട്ടായിരുന്നു. ഞാൻ തള്ളാനുമില്ല
കൊള്ളാനുമില്ല. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഓന് മനസ്സിലായപ്പോ എന്താ ഓന് തിരിഞ്ഞെന്നറിയോ, ഉപ്പ അതിങ്ങനൊന്നും അല്ല ചെയ്യും, നിങ്ങൾ ചെയ്യുമ്പോലല്ല, ഇതിന് ചില ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മെനിയാന്ന് 5 ദിവസം മുന്നേ പിന്നെ ഇൻസ്റ്റഗ്രാമിലെ ലക്ഷങ്ങള് ഈ വ്യൂസുള്ള ഒരു ലേഡി നല്ല മേക്കപ്പ് വെച്ച് ആ ലാപ്ടോപ്പ് ഒന്ന് കാണിച്ചിരുന്നത് ദീർഘിപ്പിക്കാൻ ഞാൻ അവസാനിപ്പിക്കാം. ഇത് 1.5 ലക്ഷത്തിന്റെ ടാബാട്ടോ. ഇത് ഒന്നും കഴിവില്ലാത്ത ഇത് നിങ്ങൾ ലൈവായിട്ട് കാണാൻ വേണ്ടിട്ടാണ്. ഇത് ലേസർ സമയം എടുത്താലും ഇതാ ഈ ലേഡി മേക്കപ്പ് ചെയ്ത ഒരു ലേഡിയാ. യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷങ്ങള് നല്ല സംസാരിക്കാൻ കഴിവുള്ള പെണ്ണ. ഇവരെ കണ്ടിട്ട് എന്തോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും തോന്നില്ലല്ലോ. അടുത്ത് കാണിച്ചു തരാം. ഇത് മേക്കപ്പ് ചെയ്താണ്. അപ്പോ മേക്കപ്പ് ചെയ്തേരം സദക്ക ഇത് കണ്ടുപിടിച്ച് മേക്കപ്പ് ചെയ്യാം. അപ്പൊ മേക്കപ്പ് ചെയ്യാൻ എന്തോ ഒരു കാരണം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതും അവളോട് പ്ലാൻ പറഞ്ഞു. ഓളെ മുഖാണ് കാണുന്നത്. മുഖത്തൊന്നായിട്ട് ഒരു ഇത് ആ ഭാഗം മാത്രമല്ല, എല്ലാ ഭാഗത്തും ഉണ്ട്. ഓള് മേക്കപ്പ് ചെയ്ത് എന്തിനാണ്? ഇത് കാണാതിരിക്കാന്. നമ്മൾ തെറ്റിദ്ധരിച്ച് എന്തിനാണ് ഈ മക്കൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത്. പക്ഷെ ഇവിടെ മാനസികമായിട്ടുള്ള വിഷമം. ഇവിടെ ഞങ്ങൾ വെല്ലുവിളിച്ചു, സദക്കത്തുള്ള വെല്ലുവിളിച്ചു. ഈ പുള്ളി ഞങ്ങൾ മാറ്റി തരാം, നിങ്ങൾ മൈ ലൈഫിൽ വരുമോ? ഉറപ്പാണ്, യാതൊരു സംശയം ഇല്ലാന്ന് തന്നെ. ഇതാ കൊടുക്കും. ഓടിയുണ്ട് ഇതുകൂടി. അതായത് ഓളെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന് ഇവിടെ 1.5 കണ്ട. ഇത് ലൈവായിട്ട് ഇപ്പം നടന്ന ഇൻസ്റ്റഗ്രാം 15 ദിവസം മുന്നേ ഞങ്ങൾ കൊടുത്തതാണ്. ഓള് കുറെ ഡിമാൻഡ് പറഞ്ഞു, എനിക്ക് അനുകൂലമാവൂല. അവസാനം ഈമോ പിടിച്ചിട്ട് പറഞ്ഞു ഒരേലായ സമയത്ത് മേക്കപ്പ് ചെയ്തില്ല. അപ്പൊ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞങ്ങൾ മാറ്റി തരാം. എന്താ കൊടുത്തെന്ന് അറിയാം? ഒന്നും കൊടുത്തില്ല. നമ്മളെ നീം സോപ്പും മോണ്ടിയും ഇത് രണ്ടും മാത്രം കൊടുത്ത് 15 ദിവസത്തെ റിസൾട്ടാ. ഇനി അടുത്ത 15 ദിവസം കൂടി ഓള് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാവും? ഇനി ഈ പറഞ്ഞ ഷാരി സാർ എന്ന് പറഞ്ഞ പിന്നെ ഫെയർനെസ് ക്രീം ഫേസ് വാഷ് ഒക്കെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉള്ളേരോ നമുക്ക് ഏത് കൊലക്കമ്പന്മാരോട് പറയാ? എന്താ പറയുന്ന മടി? ഓള് ധൈര്യത്തിന്. അപ്പൊ ഓള് പറഞ്ഞ എന്താണെന്ന് അറിയോ? എന്റെ ഈ പിമ്പിള് എന്തായാലും പിമ്പിൾ നല്ല സാധനം. അപ്പൊ ഏതായാലും എല്ലാവരും പറയുമ്പോ ഞാൻ പറഞ്ഞു എന്നെ അവസാനം ഇംഗ്ലീഷ് അറിയുന്നവർ കളിയാക്കി ചെറിയ. അതുകൊണ്ട് ഏതാ നിങ്ങൾക്ക് തിരില്ല സംഭവം. ആ സംഭവം പോയാൽ ഞാൻ ചെയ്യും മൈ ലൈഫിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് നമ്മളെ പ്രൊഡക്റ്റിന്റെ യൂട്യൂബ് ഇവളെ ഇൻസ്റ്റഗ്രാമില് പ്രൊഡക്റ്റിന്റെ റിവ്യൂ പിന്നെ ലൈവായിട്ട് ഇടുമെന്ന് പറഞ്ഞ് അത് ഇന്ന് തീരുമാനിച്ചു. ഞാൻ ലൈവായിടാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. വിദ്യാഭ്യാസമുള്ള മക്കളെ കൈ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാകും സംഭവം. നമ്മൾ എന്ത് ചെയ്യാന്നറിയാം? നമ്മളൊക്കെ ഇത് ചെയ്യുന്നേരം ചെറുപ്പക്കാർ അത് തന്തവൈബാണെന്ന്. പക്ഷെ തന്തവൈബ് നമ്മൾ ചെറുപ്പക്കാരിലേക്ക് നിന്ന് വന്ന രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ചെയ്യേണ്ട ബിസിനസ് അല്ല. ഇത് നമ്മളെ കുട്ടികളിലേക്ക് എനിക്ക് ധൈര്യത്തിന് പറയാം. അനിൽ സാറ് പിന്നെ അനിരുദ്ധിനൊക്കെ ഇറക്കിയ സമയത്ത് പലപ്പോഴും ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്, ഇവരെന്താ വരാത്തത്? അപ്പൊ ഏതായാലും ഇന്ന് മക്കളെ പുരെ കിട്ടാത്ത അവസ്ഥ. ഇപ്പൊ കച്ചിക്ക് നല്ല ടീമായിട്ട് ഒരു വർത്താനം പറയാത്ത കച്ചിക്ക് നല്ല ടീമായിട്ട് മുന്നോട്ട് കൊണ്ട് ഓന്റെ ടീമാണ്. വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ചെക്കന്മാര്. അവര് ഏത് നമ്മൾ കൂടുന്ന മീറ്റിംഗ് ഹാളൊന്നല്ല ഓൾക്ക് ഇഷ്ടം. ഓൾക്ക് അടിപൊളി മീറ്റിംഗ് ഹാളും അടിപൊളി പിന്നെ പ്ലാനിങ്ങും. മെനിയാന്നുണ്ടായ സംഭവം കേൾക്കണം. ഞാൻ സാധാരണ പറയുന്നതാണ് ഈ പ്രൊഡക്റ്റ് 1,50,000 ഒന്നും എടുപ്പിക്കല്ല. ഇത് നിങ്ങൾ പ്രൊഡക്റ്റ് ഏതോ ഉപയോഗിച്ച് നോക്കി നല്ലതാണെങ്കിൽ നമുക്ക് 1000 രൂപയുടെ സാധനം എടുക്കാം. ഇതാണ് നിന്റെ സിസ്റ്റം. 1000 രൂപയുടെ എടുത്താൽ പിന്നെ അയാളോട് പറയൂ അത് തീർത്ത് ഒക്കെ റെഡി ആയാൽ 5000 എടുക്കാൻ പറയും. മെയിനായിട്ട് ആക്റ്റീവ് ആക്കാനാ പറയല്ലേ. അപ്പൊ മോൻ കഴിഞ്ഞ ആഴ്ച ഒരാളോട് പറഞ്ഞു ഈ സംഭവം ഒരു ചെലവുമില്ല. അപ്പൊ ആ ചെറിയ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നല്ല കമ്പനിയാണ് നിങ്ങൾ പറയുന്നത്, നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്, നല്ല പ്ലാൻ ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ നല്ല ഇത്രയും നല്ല കമ്പനി ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഒരു പൈസ ചെലവില്ല എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഈ കമ്പനീനെ പറയിപ്പിക്കാതെ ഏത് നമ്മൾ നേരെ നെഗറ്റീവ് ആൾക്കാർ ചിന്തിക്കല്ലോ വിചാരിച്ച് നമ്മൾ പറയുന്നതിന് അവർ ഈ ചെറിയ ചോദിച്ച് ഇത്രയും നല്ല കമ്പനി പ്രൊഡക്റ്റ് ഇതുണ്ടായിട്ട് എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ഇതിന് 5000 രൂപയുടെ സാധനം തന്നെ വാങ്ങണമെന്ന് പറയാത്തത്? അതിന് ഞാൻ സദക്കം ചെയ്തു ഓനോട് ചോദിച്ചാ അതിൽ സദക്കം ചെയ്തു. ഓൻ്റെ ഇടയിൽ മുട്ടുമടക്കേണ്ടി വന്നത് എന്റെ സിസ്റ്ററിന് ലോൺ പഠിച്ചത്. അപ്പൊ അന്ന് മുതൽ തീരുമാനിച്ചിട്ട് ആരോട് സംസാരിക്കുകയാണെങ്കിലും
പ്രൊഡക്റ്റ് എടുക്കാനാണെങ്കിൽ 1000-നോ 2000-നോ എടുക്കുക. ബിസിനസ്സിലാണെങ്കിൽ 5000-നോ അല്ലെങ്കിൽ 3 ID ആക്റ്റീവ് ആക്കിയിട്ടുള്ള പരിപാടിയല്ല, അതുപോലെ പരിപാടിയല്ല മിനിമം തീരുമാനിച്ചു കഴിഞ്ഞു. അന്നേരമാണ് ഇപ്പോൾ എല്ലാ ടീമും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണ്, ഞമ്മക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞമ്മക്ക് കാര്യങ്ങളൊന്നും അതിൻ്റെതായ രീതിയിൽ അറിയില്ലെങ്കിലും നമ്മളെ ടീമിൽ ഇഷ്ടം പോലെ ആളുകൾ വരും. ഇന്ന് നിങ്ങൾ നോക്കി, ഞാൻ GTS പലതും കേട്ടിട്ടുണ്ട്, പലതും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ GTSനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം കയ്യേറ്റം പോലെ നല്ല അഭിപ്രായം ബന്ധിപ്പെടാതെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുള്ള അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്റെ നാട്ടിൽ നിന്നല്ല, ഈ ചുറ്റുപാടത്തൊക്കെ അറിയുന്ന പല പല ചാനലിന്റെയും പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് എല്ലാ കഴിവുണ്ട്. ആ കഴിവുള്ള അദ്ദേഹം നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ വളരെ ശാന്തനായി മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് പറഞ്ഞതിനാ. അദ്ദേഹത്തിന് സ്പീഡിൽ പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, അദ്ദേഹം ഇതിന്റെ സിസ്റ്റം മനസ്സിലാക്കി ലീഡേഴ്സിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നു. ഇന്ന് പ്ലാൻ കേട്ടവർ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയമില്ല. ഇന്ന് പ്ലാൻ കേട്ടവർ മര്യാദയ്ക്ക് തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി വേറൊരു പ്ലാൻ നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ സിദ്ദിഖ് സാറെ പിന്നെ എന്റെ ടീമിൽ വന്ന ഒരു ലീഡറാണ്. അതുപോലെ തന്നെ ഒന്നാണ് സൗദ മാം. പിന്നെ ഇവിടെ വന്ന സമയത്ത് മൈലേബിൽ വന്നു. അങ്ങനെ കൊണ്ടുവന്ന ഒന്നാൾ എന്ത് ചെയ്തു, കൊണ്ടുവന്ന ആള് പിന്നെ ഒഴിവായി പോയി. അങ്ങനെ സൗദ മാമിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ്, അവരെ അടുത്ത് ഒരു 95 ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉമർ സാർ എന്റെ അടുത്ത് ഒരു 95 ഉണ്ട്, ഇത് നിങ്ങളായിട്ട് എടുക്കുക. ഏത് നേരത്തെ ഇവിടെ വന്ന് ലീഡറല്ലേ, അപ്പൊ എന്റെ കയ്യിൽ ഒരു 95 ഉണ്ട്, അത് നിങ്ങളായിട്ട് എടുക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ എടുക്കാം, എന്തിനാ മേമോ എടുക്കാറാണ്. അപ്പൊ 95 കൊണ്ടുവരുന്ന ഞാൻ കഴിച്ചു. ആ 95 മാറ്റിയതാണ് ഇന്ന് നമുക്കൊരു DTC ലീഡർ നമുക്ക് കിട്ടിയ ഒരൊറ്റ ZTC ലീഡർ. ആ ZTC ലീഡറെ കിട്ടാൻ കാരണം എന്താണ്, ഇപ്പൊ 95 അവരടങ്ങാറാണ്ട് എന്തിനു നമുക്ക് അയച്ചൂടെ, അവരോട് അത് വാങ്ങി ഒരൊറ്റ കാലം കൊണ്ടാണ് ഇന്ന് ZTC അവരെ ടീമിലാണ് ആര് വന്നത്, അഫ്സൽ സാർ വന്ന് ഇന്ന് MC അവതരിപ്പിച്ചില്ലേ. അപ്പൊ രണ്ടും വാങ്ങി ആരാ ഇതിൽ വരിക നമുക്ക് പറയാൻ കഴിയില്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്ന് കൺക്ലൂഡിങ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് മുദ്രയ്ക്കാൻ ഞാൻ പേടിച്ചിട്ട് എന്താ പറയുന്നത്. പക്ഷെ ഞാൻ റഷീദ് സാറിനോട് പറഞ്ഞു, റഷീദ് സാറിനോട് ചോദിച്ചു നിങ്ങളാണോ കൺക്ലൂഡിങ് എന്താ ആക്കി ചോദിച്ചാ. അപ്പൊ അവന് നന്നായി പറയുന്നത് നോക്കിയോളാണ്ട് എന്ന് പറഞ്ഞ് മൂപ്പരടുത്ത് നിന്ന് അത് പറഞ്ഞു പോന്നാണ്. അപ്പൊ എന്താണെന്നറിയോ, നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല കമ്പനിയാണ്. പിന്നെ നേരിട്ട് കണ്ടാൽ ഞാൻ അവസാനിപ്പിക്കാണ്. ഈ സാഹചര്യം നമ്മളെ മൈലേജിന്റെ ഒരു കുട്ടി ഇവിടെ ഉണ്ട്, മൈലേജിന്റെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് പിന്നെ ഉണ്ടായ ഒരു കുഞ്ഞൻ ഇന്ന് ഈ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചത് ഏത് പ്രൊഡക്റ്റിലാണ് നിങ്ങൾ ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി പറയാൻ കഴിയാം? ഇത്രയും നല്ല കമ്പനി, ഇത്രയും നല്ല പ്രൊഡക്റ്റ്, ഇത്രയും നല്ല ലീഡേഴ്സ്, ഇത്രയും നല്ല പ്ലാന്, ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് വലിയ സംഭവമാണ്. നമുക്ക് തിരിച്ചറിയാൻ വൈകി പോകരുത്. പിന്നെ എന്റെ പുരയില് എന്റെ മോന് വർക്ക് ചെയ്ത് ആർക്കോ വിട്ട് വരുമാനം എന്നറിയോ, ഓനും എന്തായാലും കിട്ടും. ഇന്നലെ 3000 റുപ്യായിട്ട് വന്നിക്കും, ഒരു പണി ഓനെടുക്കില്ല. എന്നിട്ട് മോന് 3000, പക്ഷെ ഓന്റെ ജ്യേഷ്ഠന് വന്നിക്ക്. അതുപോലെ നിന്റെ വൈഫിന് കിട്ടും, എനിക്ക് കിട്ടും. ഒരു പുരയില് ഒരാള് വർക്ക് ചെയ്ത് ആർക്കോ കിട്ടും, 4 ആൾക്ക്. അതിന്റെ സിസ്റ്റത്തെ നമ്മൾ ചെയ്യണം, വളർത്തണം. അപ്പൊ ഇത്രയും നല്ലൊരു ബിസിനസ് നമ്മൾ എത്തിപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കാണ്. 12:30 മണിക്ക് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ വന്ന ആളുകൾ, കേട്ട ആളുകൾ നിങ്ങൾ ഏറ്റെടുക്കുക, ആത്മാർത്ഥമായി ഏറ്റെടുക്കുക. ഇതിന് വിദ്യാഭ്യാസം എന്നല്ല, വിദ്യാഭ്യാസം എന്നാലും വിദ്യാഭ്യാസം അല്ല. റമീസർ കേട്ടപ്പോ അടി കിട്ടും. റമീസർ ഏതാ MBA പാസ്സായ, MBA പാസ്സായ. ഞാൻ ചോദിച്ചോട്ടെ, MBA ക്ലാസ് എടുക്കാൻ വരുന്ന മനുഷ്യന്മാർ ജോലിക്കല്ലായിരുന്നു റമീസാറെ പഠിപ്പിച്ച MBA ക്ലാസ് എടുത്ത ആളല്ലേ? സത്യത്തിൽ MBA എന്തിനുള്ളതാണ്? എങ്ങനെ നല്ല കച്ചവടം ചെയ്ത് വിജയിക്കണം എന്ന കോഴ്സ് അല്ലേ MBA? ഞാൻ മനസ്സിലാക്കിയ അതല്ലേ? എന്നാൽ അത് പഠിപ്പിക്കുന്ന ആരാണ്? ജോലി ചെയ്യുന്ന ആൾക്കാരാ. MBA എങ്ങനെ നന്നായി വിജയിക്കണം, ഈ ഭൂലോകത്ത് എങ്ങനെ വിജയിക്കണം പാസ്സായ അല്ല, അതിന് വേണ്ടിയിട്ട് ക്ലാസ് പോയി പഠിച്ച ആൾക്കാരാണ് നമ്മൾ. റമീസ് സാറും ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങനെ പാസ്സായവരാ. പക്ഷെ അവരെ പഠിപ്പിക്കുന്ന ലീഡർ പിന്നെ മാഷ്മാര് ജോലിക്കാരല്ലേ, അല്ല ബിസിനസ്സാരോ? എന്ത് പണിയോല ചെയ്യുന്നത്? ബിസിനസ് ആണ് നല്ലതെന്ന് പറയാം, എന്നിട്ട് ഓരോ ചെയ്യുന്ന പണിയതാ ജോലി. ഒരു ദിവസം ഓര് പോയില്ല, അവർക്ക് വരുമാനം കിട്ടുമോ? അപ്പൊ ഏതാ ഓര് ശരിക്കും MBA ഒന്ന് പഠിപ്പിക്കാൻ തന്നെ കയറും. കാരണം ഓര് ബിസിനസ്സിലേക്ക് ഇറങ്ങണം. കാരണം ഈ ലോകത്ത് കച്ചവടം ചെയ്തിട്ട് എല്ലാവരും വിജയിച്ചിട്ടുള്ളൂ. ജോലി ചെയ്തിട്ട് ദുനിയാവിൽ ഒരാൾ വിജയിച്ച് എന്റെ ചരിത്രത്തിൽ ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ ആരോ ചരിത്രത്തിലോ പറഞ്ഞാല്, എന്റെ ചരിത്രത്തിൽ ജോലി ചെയ്ത് ആരും വിജയിച്ചില്ല. കച്ചവടം ചെയ്താൽ ഏത് പൊട്ടനും വിജയിക്കും.
സത്യത്തിൽ പൊട്ടൻ അറിയുന്ന നിങ്ങൾ കളിയാക്കരുത്. യഥാർത്ഥ പൊട്ടൻ ഞാനാ. ഈ മൈലൈപ്പല്ലാതെ ഒന്നും കേൾക്കണ്ട, മൈലൈപ്പല്ലാതെ ഒന്നും കാണണ്ട, മൈലൈപ്പല്ലാതെ ഒന്നും സംസാരിക്കില്ല. ശരിക്കും അതല്ലേ നാ പൊട്ടൻ, കണ്ണ് കാണാത്ത പൊട്ടൻ, ചെവി കേൾക്കാത്ത പൊട്ടൻ. യഥാർത്ഥ പൊട്ടൻ ഞാനാ. നിങ്ങൾ വേറെ ഏത് ബിസിനസിനെ കുറിച്ച് ഇനി ആഴ്ചയിൽ കോടികൾ കിട്ടുന്ന ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കൂല. എനിക്ക് മൈലൈഫ് കേട്ടാൽ മതി. ബാക്കിയുള്ള ഒരു ബിസിനസ്സും ഇനി എത്ര വലിയ ലീഗലിയാണ് ആഴ്ചയിൽ കോടികൾ കിട്ടും എന്നല്ലാതെ എനിക്ക് അതിന്റെ അർത്ഥം ആവശ്യമില്ല. കാരണം എന്താണ്, ഞാൻ 3 കൊല്ലം കൊണ്ട് അനുഭവിച്ച് പഠിച്ച ഒരു സത്യമുണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏതാ കൺക്ലൂഡിങ് ചെയ്യാണ്. നമുക്ക് ഇന്ന് GTS അവതരിപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരനും എനിക്ക് സിദ്ദീഖ് സാർ ഓരോ ചുവടുവെപ്പും ഞാൻ സന്തോഷവാനാണ്. അതുപോലെ തന്നെ എന്റെ നാട്ടിൽ അസീനമയും ഇന്ന് DTC ആയിട്ട് എന്റെ നാട്ടില് ഞാനെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കൂടുതൽ പറയില്ല. അപ്പൊ അങ്ങനത്തെ നാട്ടിൽ നിന്ന് 2 ആൾക്കാരെ ഈ ബിസിനസ് കാണിച്ചു കൊടുക്കാനും അവര് ഏതാണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാനേ ഇല്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ STC RTC ഒക്കെ അതിലെ ടീം റെഡിയാവും. അതുവരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അതവര് പിടിച്ചു നിന്ന് എങ്ങനെങ്കിലും ആയിട്ട് RTC എത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല, ഈ ബിസിനസ്സിൽ നിന്ന് മാറിപ്പോയി. STC ആയതല്ലേ നമുക്കുള്ള പ്രയാസങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തീർന്ന് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നമ്മളെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും എതിർക്കേട്ടുണ്ടെങ്കിൽ പോകാന്നല്ലാതെ മൈലേജിന്റെ കാരണം കൊണ്ട് എന്ത് ചെയ്യൂല, ഒരാളും പോകില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് സിദ്ദീഖ് സാർക്ക് നല്ലൊരു കയ്യടി നമ്മൾ. പിന്നെ അവതരിപ്പിച്ച അഫ്സൽ സാറ് വളരെ നിഷ്കളങ്കനായി കേട്ട അന്ന് മുതൽ അദ്ദേഹം കുറെ മുമ്പേ അദ്ദേഹത്തിന്റെ വൈഫ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി ഒരു ശരിയായ വഴിയാണെന്ന് മനസ്സിലാക്കി റഷീദ് സാറൊപ്പം സൗദ മേമിന്റെ ഒപ്പം ഇറങ്ങിയിട്ട് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതൊക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഫ്സൽ സാർക്ക് നല്ലൊരു കയ്യിൽ പോകും. പിന്നെ നമ്മുടെ ഗസ്റ്റ് ടീം വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കും വിദേശത്ത് നിന്നും അതുപോലെ തന്നെ മറ്റു ഈ ചുറ്റുപാടത്തു നിന്നും വന്ന പുതിയ ആളുകൾക്ക് നല്ലൊരു കയ്യടി നമുക്ക്. അതുപോലെ തന്നെ ഇതുവരെ എന്നെ കേട്ട് ഷാഹിർ സാർ ഒന്നും മനസ്സിലാക്കുന്നത്, ഷാഹിർ സാർ പറഞ്ഞ് മീക്കച്ചവടത്തുനിന്ന് വന്ന ഞാൻ ഉസ്താദിന്റെ അപ്പൊ ഇത് പൊട്ടന്മാര് ബിസിനസ് ആണോ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതിൽ ആരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. ഞങ്ങൾ 2 പൊട്ടന്മാർ ഇങ്ങനെ കഴിച്ചില്ലായെന്നല്ലാതെ ഇതുപോലെ ആർക്കും കഴിച്ചില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കാം, പൊട്ടന്മാർക്കും വിജയിക്കാൻ പറ്റുമെന്നുള്ള എന്റെ സംസാരത്തിൽ നിന്നും ഷാഹിർ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഏതായാലും ഇന്ന് വന്ന എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട്